നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ ഒരുപാട് സെറ്റിങ്സുകൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനിയും ഒട്ടനേകം ഫീച്ചറുകൾ നമ്മുടെ ഫോണിനകത്തുണ്ട്. പല വീഡിയോയിൽ നമ്മൾ ഓരോ ഫീച്ചറുകളായിട്ട് പരിശോധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അറിഞ്ഞു വെക്കണം. നമ്മളൊക്കെ നമ്മുടെ മൊബൈൽ ഫോൺ ഒരു കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ആളുകളായിരിക്കും അധികം ആളുകളും. ഒരു കൈ കൊണ്ട് തന്നെ ആപ്പുകൾ തുറക്കുക, ആ വിരൽ കൊണ്ട് തന്നെ നമുക്ക് ഈ തള്ള വിരൽ കൊണ്ട് തന്നെ നമ്മുടെ കീബോർഡുകൾ ടൈപ്പ് ചെയ്യുക, എല്ലാം നമ്മൾ ഒരു കയ്യിൽ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു ഫീച്ചർ നമ്മുടെ ഫോണിനകത്തുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മുടെ ഫോണിനകത്ത് തന്നെ ഉള്ള ഫീച്ചറുകളാണ്. നിങ്ങളുടെയൊക്കെ ഫോണിനകത്തുണ്ടാവും, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ആ ഫീച്ചർ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ആപ്പ് ആദ്യം ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിങ്ങൾ വൺ ഹാൻഡ് മോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വൺ എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക. വൺ ഹാൻഡഡ് മോഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. വൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് കിട്ടും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം വൺ ഹാൻഡഡ് മോഡ് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ, അതുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ചെറുതായിട്ടൊന്ന് കാണാൻ സാധിക്കും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ താഴെ ഭാഗത്ത് മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന താഴെ ഭാഗത്ത് നിന്ന് മുകളിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ ഫോണും വ്യത്യസ്തമായിരിക്കും. ചില ഫോണിന് വലത്തിൽ നിന്ന് ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്യുന്നത് പോലെ ആയിരിക്കും, ചില ഫോണിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുന്നത് പോലെ ആയിരിക്കും, ചില ഫോണിന് മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സെറ്റിങ്സ് ഭാഗത്ത് ഇതുപോലെ വൺ ഹാൻഡഡ് മോഡ് എന്നുള്ള ഈ സെറ്റിങ്സ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സെറ്റിങ്സ് ഒന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണാണ്. ഓപ്പോ മൊബൈൽ ഫോൺ പോലുള്ള ചില മൊബൈൽ ഫോണുകളിൽ ഗസ്റ്റർ മോഡ് ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചില ഫോണിനകത്ത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ഫോണിനകത്ത് ഗസ്റ്റർ മോഡ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഈ വൺ ഹാൻഡഡ് മോഡ് ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചോദിക്കാതെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണിനെ പോലുള്ള ചില ഫോണുകളിലൊക്കെ ഇതുപോലെ സെറ്റിങ്സ് ചോദിക്കും. ഇവിടെ കാണുന്ന ഈ സെറ്റിങ്സ് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ബട്ടൺസ് എന്നും രണ്ടാമത്തെ ഗസ്റ്റർ എന്നും. അപ്പോൾ ഈ ഗസ്റ്റർ എന്നുള്ള രണ്ടാമത്തെ ഈ കാണുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വേണം. അപ്പോൾ നമ്മൾ ഗസ്റ്ററിലേക്ക് ക്ലിക്ക് ചെയ്തപ്പം ട്യൂട്ടോറിയൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് വേണമെന്നാണ്. വേണമെങ്കിൽ മാത്രം ഇവിടെ ലേൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക, വേണമെങ്കിൽ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഗസ്റ്റർ മോഡിലേക്ക് സെലക്ട് ചെയ്യും. ഇപ്പോൾ നേരത്തെ ഇവിടെ നമുക്ക് ബട്ടൺ മോഡിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇത് ഗസ്റ്റർ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇത്രയും ചെയ്താൽ മതി, നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു വൺ ഹാൻഡ് മോഡ് ഓണാക്കി കൊടുക്കണം. അത് ഓണാക്കി കൊടുത്തപ്പോഴാണ് നമ്മൾ സെറ്റിങ്സ് ചോദിച്ചത്. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഓണാക്കി കൊടുക്കുമ്പോൾ സെറ്റിങ്സ് ചോദിക്കില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഈ ഒരു ഹോം ബട്ടണിലേക്ക് വരിക. നിങ്ങൾക്ക് ഓരോ ഫോണിനകത്തും ഈ ഒരു ഹോം ബട്ടണിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകിൽ ഇടത് ഭാഗത്തു നിന്ന് വലത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുകയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ഫോണകത്ത് ചെക്ക് ചെയ്ത് നോക്കും. ഞാനിപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിനകത്ത് സാധാരണ ഗസ്റ്റർ ആവശ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള സെറ്റിങ്സുകൾ ആവശ്യപ്പെടുന്ന ഫോണിനകത്ത് ഇവിടെ താഴെ പിടിച്ച് ചെറുതായിട്ടൊന്ന് താഴോട്ട് വലിച്ചു കൊടുത്താൽ മതി. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിനകത്ത് എല്ലാ ഫീച്ചറും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് വൺ ഹാൻഡ് മോഡ്, നമ്മുടെ ഈ തള്ളവിരൽ ഉപയോഗിച്ച് ഇതുപോലെ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഈ നമ്മളിപ്പോൾ തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിനകത്തുള്ള ഓരോ ഫീച്ചറുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓരോ ആപ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് നമ്മുടെ സ്ക്രീനിൽ മുഴുവനായിട്ട് നമ്മുടെ ഫോൺ കാണില്ല. ഈ തള്ളവിരലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആപ്പുകൾ തുറക്കാനും അതുപോലെ തന്നെ എല്ലാ ഫീച്ചറുകളും ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നമുക്ക് വലിയൊരു ഉപകാരമുള്ള കാര്യമാണ്. കാരണം ഒരു കൈ കൊണ്ട് ഉപയോഗിച്ച് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് അവരുടെ തള്ളവിരൽ വളരെ ഈസി ആയിട്ട് തള്ളവിരൽ കൊണ്ട് തന്നെ ആപ്പുകളൊക്കെ തുറക്കാൻ. ഇപ്പോൾ മുകളിലുള്ളൊരു ആപ്പ്, ഇപ്പോൾ ഈ മുകൾ ഭാഗത്തുള്ള ആപ്പ് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈ മുകളിലോട്ട് കൊണ്ടുപോകണം. ഇനി അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരെ താഴെ ഭാഗത്ത് തന്നെ നമുക്ക് ആപ്പുകളൊക്കെ കിട്ടും. നമുക്കിവിടെ വെച്ച് അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കും. ഇത് മുകളിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അരമാർക്ക്, ഈ അരമാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മുകളിലോട്ട് പോവുകയും ചെയ്യും. ഇത് നമുക്ക് നമ്മുടെ ആപ്പുകൾക്കും ഫോണുകൾക്കും ഉപയോഗിക്കുന്ന ഫീച്ചറാണ്. ഇനി അപ്പോൾ നമ്മുടെ കീബോർഡിനകത്തും ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ആപ്പുകൾ തുറക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കാണിച്ചത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കീബോർഡ് നമ്മൾ പല കാര്യങ്ങളും ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കീബോർഡിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ അക്ഷരങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വിരലങ്ങ് മുകളിലോട്ട് പൊക്കിക്കൊണ്ട് പോകണം. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കീബോർഡിനകത്തൊരു ഫീച്ചറുണ്ട്. അപ്പോൾ ആ ഒരു ഫീച്ചർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ Gboard എന്നുള്ള കീബോർഡാണ് ഉപയോഗിക്കേണ്ടത്. കാരണം അതിനകത്താണ് നമുക്ക് കൂടുതൽ ഫീച്ചറുള്ളത്. നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ 4 ഡോട്ട് കാണും, 4 ഡോട്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് എന്നാൽ ഇവിടെയും കാണാം വൺ ഹാൻഡഡ് എന്നുള്ള ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം നമ്മുടെ കീബോർഡ് ചെറുതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കീബോർഡ് ഇടത് ഭാഗത്തേക്കാണോ വലതു ഭാഗത്തേക്കാണോ, അപ്പോൾ നിങ്ങൾ ഇടത് കൈയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇടത് ഭാഗത്തേക്ക് ഉപയോഗിക്കുക. ഇതിപ്പം ഇടത് ഭാഗത്തേക്കാണ് കീബോർഡ് ഉള്ളത്. ഇത് വലത് ഭാഗത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മതി. നമ്മുടെ വലത് കൈ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ വലത് കൈയുടെ തള്ളവിരൽ ഉപയോഗിച്ച് കീബോർഡ് ടൈപ്പ് ചെയ്യാൻ ചെറിയ കീബോർഡ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ വലതു ഭാഗത്തേക്ക് നമുക്ക് സെറ്റാക്കി തരും. ഇനി അത് ഇടത് കൈ കൊണ്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഇവിടെ കാണുന്ന ഈ ആരോമാർക്ക് ക്ലിക്ക് ചെയ്താൽ ഇടത് ഭാഗത്തേക്ക് കീബോർഡ് കിട്ടും. ഇവിടെ വെച്ച് നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ 4 ആരോ മാർക്കിനകത്ത് ക്ലിക്ക് കൊടുത്താൽ മതി, കീബോർഡ് പഴയതുപോലെ ആകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ പരിശോധിച്ചത് മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് നമുക്ക് വൺ ഹാൻഡ് മോഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നും നമ്മുടെ മൊബൈൽ കീബോർഡിനകത്ത് എങ്ങനെ വൺ ഹാൻഡ് മോഡ് ഉപയോഗിക്കുക എന്നുള്ളതും നമ്മൾ പരിശോധിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക.